തിരുവനന്തപുരം കാട്ടാക്കടയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായിട്ടുണ്ട്. കടിയാപുരം സ്വദേശിയായ ഷെബിനാണ് പിടിയിലായത്. പുലർച്ചെ പൂജാരി എത്തിയപ്പോഴാണ് മദ്യപിച്ച് ബോധരഹിതനായി കിടന്ന മോഷ്ടാവിനെ കണ്ടത്. ഹാൻസിനോട് വിവരങ്ങളുമായി. ഹാൻസ്, ഈ എല്ലാം മോഷ്ടിച്ചതിന് ശേഷം ഒന്ന് വിശ്രമിച്ചേക്കാം എന്ന് കരുതി കിടന്നതാകുമല്ലേ? അതായിരിക്കും ചതിച്ചിട്ടുണ്ടാവുക. സേതു, നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇന്ന് പുലർച്ചെ ഏകദേശം 4:30 മണിയോടുകൂടിയാണ് ഇദ്ദേഹം മോഷണത്തിനെത്തുന്നത്. ആദ്യം ഈ കാട്ടാക്കടയിലുള്ള ഈ ധർമ്മശാസ്ത്ര പൊട്ടങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ആദ്യം മോഷ്ടാവ് എത്തുന്നത്. അവിടെയുള്ള ക്ഷേത്രകോവിലുകളും അതിനോടൊപ്പം തന്നെ ഓഫീസ് മുറിയെല്ലാം പൂട്ടുകളെല്ലാം പൊളിച്ച് അവിടെ നിന്ന് എടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ആയി തൊട്ട് എതിർവശത്തുള്ള ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അവിടെയും കാണിക്കവഞ്ചി കുത്തി തുറന്ന് അതിനുശേഷം അവിടെ കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് കരുതി ഉറങ്ങിപ്പോയതാണ് പ്രതിക്ക് പറ്റിപ്പോയത്. അതിനുശേഷം ഏകദേശം ഒരു 4:45 ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരി അവിടെ എത്തുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ പുലർച്ചെ ഒരാളെ ബോധരഹിതനായി ക്ഷേത്ര പരിസരത്ത് കണ്ടതിനെ തുടർന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയും പിന്നീട് നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇയാളെ പിടിച്ചു വയ്ക്കുകയും പിന്നീട് ചോദ്യം ചെയ്യലിൽ ഈ പ്രതി ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. നിലവിൽ ഈ ഷെബിൻ പോലീസ് കസ്റ്റഡിയിലാണ്. ക്ഷേത്രത്തിൽ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇയാൾ എന്തൊക്കെയാണ് മോഷണം നടത്താൻ ശ്രമിച്ചതെന്നുള്ള കാര്യത്തിൽ പരിശോധന നടന്നു വരികയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഷെബിൻ. എന്തായാലും ഇന്ന് തന്നെ പ്രതിയുമായി ചേർന്ന് തെളിവെടുപ്പ് നടത്തുകയും പിന്നീട് ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശരി, ഹാൻസോനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.